പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം ഇമാം ബുഖാരി റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്ത ഒരു വചനമാണ് ഇന്നത്തെ ചിന്ത. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെ വായിക്കാം: തിരുചര്യയെ മുറുകെ പിടിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്ലിംകളിലെ ഏറ്റവും ശ്രേഷ്ഠൻ അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർജീവമായ ചര്യയെ ജീവിപ്പിക്കുന്നവനാണ്. ഇമാം ബുഖാരി. സുന്നത്തുകൾ, യഥാർത്ഥത്തിൽ സുന്നത്തിനൊരു താരീഫ്, ഒരു നിർവചനം, ഡെഫിനിഷൻ പലപ്പോഴും നമ്മൾ ചെറുപ്പം മുതലേ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു നിർവചനത്തിൽ തന്നെ പലപ്പോഴും പല ഘട്ടങ്ങളിൽ നമ്മൾ ഒതുങ്ങിക്കൂടിയിട്ടുമുണ്ട്. ഇപ്പോൾ ഫർള് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുണ്ട്, ഉപേക്ഷ വരുത്തിയാൽ കുറ്റമാണ് ഫർള്. പക്ഷെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിയുണ്ട്, പക്ഷേ ഒഴിവാക്കിയാൽ വലിയ കുറ്റമൊന്നും ഇല്ല. അപ്പം ഇത് യഥാർത്ഥത്തിൽ ആ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ അത് ആ ഫർളിലേക്ക് എത്തരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഫുഖഹാക്കൾ ആ ഒരു ഡെഫിനിഷൻ, ആ ഒരു നിർവചനം കൊടുക്കുന്നത്. നേരെമറിച്ച് സുന്നത്തിനോടുള്ള ഒരു രണ്ടാം സ്ഥാനം, അങ്ങനത്തെ ഒരു ഇതിൽ നമ്മൾ ആ ഒരു ലെവലിലേക്ക് നമ്മളത് കാണുകയേ ചെയ്യരുത്. നേരെമറിച്ച് സുന്നത്ത് എന്നത് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവിടുന്ന് പഠിപ്പിച്ച് കാണിച്ചു തന്ന ആ സുന്നത്തിന് അത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതൊരു വിശ്വാസിയുടെ ഏറ്റവും മൂല്യമുള്ള സമ്പത്തുകളിൽ ഒന്ന് തന്നെയാണ്. ഹദീസുകളിൽ നമുക്ക് കാണാം അതുമായി ബന്ധപ്പെട്ട പ്രയോഗം ഇഹ്യാ ഉസ്സുന്ന എന്നാണ്, സുന്നത്തിനെ ജീവിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു സുന്നത്ത് ഒരു സ്ഥലത്തിൽ, ഒരു നാട്ടിൽ, ഒരു പള്ളിയിൽ, ഒരു കുടുംബത്തിൽ അത് സജീവമായി നിലനിന്നതിന് ശേഷം ചില ദിവസം കഴിഞ്ഞ് അത് മരിച്ചു മണ്ണടിഞ്ഞു പോകും. ആ ഘട്ടത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരാണ് ആ ഒരു സുന്നത്തിനെ പുനർജീവിപ്പിക്കുന്നത്, വീണ്ടും അതിനെ കൊണ്ടുവരുന്നത്, അവർ ഏറ്റവും വലിയ ശ്രേഷ്ഠനാണ് മുസ്ലിങ്ങളിലെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള ഒരു വഴിവിളക്കാണ് ഇന്നത്തെ ചിന്തയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു ശ്രോതാക്കൾക്ക് പ്രഭാത പ്രക്ഷേപണത്തിൽ സമർപ്പിക്കാനുള്ളത്. തീർച്ചയായും റബീഉൽ അവൽ മാസത്തിൽ പ്രവാചക സ്നേഹം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നിടത്ത് ഇന്ന് നമുക്ക് കിട്ടിയ ഒരു ചിന്ത എന്തുകൊണ്ടും പ്രധാനമാണ്. ആരാണ് യഥാർത്ഥ പ്രവാചക സ്നേഹിയെന്നും എന്താണ് യഥാർത്ഥ പ്രവാചക സ്നേഹം എന്നും വ്യക്തമാക്കുന്ന ഒരു വഴിവിളക്കാണ് നമ്മുടെ മുമ്പിലൂടെ ഇന്ന് കടന്നുപോയിട്ടുള്ളത്. എല്ലാവരുടെയും മനസ്സിൽ അത് ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.